السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പവിത്രമാക്കപ്പെട്ട രാത്രിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന സൽക്കർമ്മങ്ങളും നമ്മുടെ ഇഖ്ലാസുമെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നു മുതൽ ഈ 10 അവസാനിക്കുന്നത് വരെ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള അറബി ഗ്രന്ഥങ്ങൾ വായിക്കുകയും അതിൻ്റെ ഒരു ആകെ ചുരുക്കം എന്താണ് അതിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കുവാനുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പരിശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശ്രമം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതിലാദ്യമായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പുസ്തകം തൻബീഹു ദവിൽ അഫ്ഹാം ഇലാ റബ്ബി സ്സദ്ഇ വൽ വിആം അലാ മൻഹജി സലഫിൽ കിറാം എന്ന് പറയുന്ന പുസ്തകമാണ്. തൻബീഹു ദവിൽ അഫ്ഹാം, ഗ്രാഹ്യ ശക്തിയുള്ള ഒരു ബുദ്ധിയുള്ള ആളുകളെ ഉണർത്തുക എന്നുള്ളതാണ്. എന്തിൽ നിന്നാണ് ഉണർത്തുന്നത്? ഇലാ റബ്ബി സ്സദ്ഇ വൽ വിആം അലാ മൻഹജി സലഫിൽ കിറാം, അതായത് സലഫി മൻഹജിൽ ഉണ്ടായ ഒരേ മൻഹജിലുള്ള ആളുകൾ. എന്നാൽ ഒരേ മൻഹജിലുള്ള ആളുകൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് അസ്വാരസ്യങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഒരു പോംവഴി ഉണ്ടാക്കണം, ഇവരെയെല്ലാം ഒരു കുടക്കീഴിൽ നിർത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഉണർത്തലാണ് ഈ പുസ്തകത്തിൽ ഷെയ്ഖ് നടത്തുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സലഫി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആളുകളും സലഫികളാണ് എന്ന് പറയുന്നു. ഈ സലഫികളായ ആളുകൾ തന്നെ അവരിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങൾ, എല്ലാവരുടെയും മൻഹജ് പരിശോധിക്കുമ്പോൾ ഒരേ റൂട്ടിലാണ് പല ആളുകളും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം ഒന്നിച്ച് ചേർക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതല്ല എങ്കിൽ ശത്രുക്കളുടെ കൈക്ക് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് നമ്മൾ ഛിന്ന ഭിന്നമായി നിൽക്കുന്നു എന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഈ ഒരു അവസരത്തിൽ ഏറ്റവും അനിവാര്യമായ വിഷയമാണ്, ഏറ്റവും അനിവാര്യമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുത്തിട്ടുള്ളത്, വായിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ പുസ്തകം രചിക്കുന്നത് സാലിഹ് ഇബ്നു സഅദ് അസ്-സുഹൈമി ഹഫിളഹുല്ലയാണ്. സാലിഹ് ഇബ്നു സഅദ് അസ്-സുഹൈമി ഹഫിളഹുല്ല. അദ്ദേഹം മദീനയിലെ മുഫ്തിയാണ്. മദീനയിലെ മുഫ്തിയായിട്ട് അദ്ദേഹം ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. 3-ാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം അറിവ് പഠിക്കുകയും ഫിഖ്ഹിൽ അദ്ദേഹം ഡോക്ടറേറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ മദീന യൂണിവേഴ്സിറ്റിയിലെ അഖീദ ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പ്രഗത്ഭരായ ഉസ്താദന്മാരുടെ ശിഷ്യനായിട്ടാണ് ഇദ്ദേഹം ഗണിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പരിശോധിച്ച് നോക്കുമ്പോഴും വളരെ പ്രഗത്ഭരായ ശിഷ്യന്മാരാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകത്തിന് മുഖദ്ദിമ എഴുതിയിട്ടുള്ളത്, നമുക്കറിയാം ഏതൊരു പുസ്തകമാകുമ്പോഴും അതിനൊരു മുഖദ്ദിമ ഉണ്ടാകും. ഇതിന് മുഖദ്ദിമ എഴുതിയിട്ടുള്ളത് സാലിഹ് ഇബ്നു ഫൗസാൻ അൽ ഫൗസാൻ ഹഫിളഹുല്ലയാണ് മുഖദ്ദിമയായിട്ട് എഴുതിയിട്ടുള്ളത്. മുഖദ്ദിമയിൽ 2 കാര്യങ്ങളാണ് വളരെ പ്രാധാന്യമായി പറയുന്നത്. ഒന്നാമത്തെ കാര്യം അഹമ്മിയത്തു തമസ്സുകി മൻഹജി സലഫ്, മൻഹജുസ് സലഫ് മുറുകെ പിടിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ അദ്ദേഹത്തിൻ്റെ ഈ മുഖദ്ദിമയിൽ ഒന്നാമതായി പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞു വെക്കുന്നുണ്ട്, ഇന്നി താരിഖുൻ ഫീക്കും മാ ഇൻ തമസ്സക്തും ബിഹി ലൻ തദില്ലു ബഅദി കിതാബുല്ലാഹ് വസുന്നതി. നിങ്ങൾ എനിക്ക് ശേഷം നിങ്ങൾ വഴിപിഴച്ചു പോകാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തേത് കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാണ്, അള്ളാഹുവിൻ്റെ ഖുർആനാണ്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, അതായത് അള്ളാഹു വഹയ്യായി റസൂലിന് അവതരിപ്പിച്ചു കൊടുത്തതാണ്. ഇത് മുറുകെ പിടിക്കൽ അനിവാര്യമാണ്. കഴിഞ്ഞുപോയ എല്ലാ സ്വഹാബാക്കളും ഇതിനെ അവലംബിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവർ ദീന് തീരുമാനിച്ചിട്ടുള്ളതും ദീന് മനസ്സിലാക്കിയിട്ടുള്ളതും.
വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ. അപ്പോൾ വസ്സാബിഖൂനൽ അവ്വലൂൻ, നമ്മെക്കാളും മുൻകടന്ന ആളുകൾ, അവരൊക്കെ ഇവിടെ മനഹജുസ് സലഫ് എന്ന് പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കിയത് അള്ളാഹുവിൻ്റെ കിതാബിനെ മുറുകെ പിടിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾ പിഴക്കുകയില്ല എന്നാണ് ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഒന്നാമതായി പറഞ്ഞു വെക്കുന്നത് ഹഫിളഹുല്ലാ. രണ്ടാമത്തേതായി അദ്ദേഹം പറയുന്നത് ഈ പുസ്തകത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിഷയങ്ങളാണ്. ഈ പുസ്തകത്തിൽ ഒന്നാമത്തെ വിഷയമായിട്ട് പ്രതിപാദിക്കുന്നത് സലഫിൻ്റെ മനഹജ് മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യം, സലഫിൻ്റെ മനഹജ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യം. രണ്ടാമത്തേത് അത് മുറുകെ പിടിക്കണം, മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, നമ്മൾ മുറുകെ പിടിക്കണം. മൂന്നാമത്തേത് നമ്മൾ മുറുകെ പിടിച്ചു, ഇനി മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിപ്പോകാൻ പാടില്ല. അപ്പോൾ തെറ്റിപ്പോകുന്നതിൽ നിന്ന് എന്ത് ചെയ്യണം, വിട്ടു നിൽക്കണം, മുറുകെ പിടിക്കണം, അതോടൊപ്പം തന്നെ അത് മനസ്സിലാക്കണം, അതിൽ നിന്ന് തെറ്റിപ്പോകാനും പാടില്ല എന്നതാണ് ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിൽ, ഈ പുസ്തകത്തിന് എഴുതിയ മുഖദ്ദിമയിൽ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇനി ഷെയ്ഖ് സ്വാലിഹ് സുഹൈമി ഹഫിളഹുല്ലാ അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നത്, അദ്ദേഹം രചിച്ച വിഷയം, ഇതേ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ പണ്ഡിതന്മാരും പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം അത് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞ് ആ പണ്ഡിതന്മാരെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. അതായത് സ്വാഭാവികമായിട്ടും പണ്ഡിതന്മാരുടെ ശൈലിയിൽപ്പെട്ടതാണെന്ത്, അവർക്ക് മുമ്പ് തന്നെ ആ വിഷയത്തിൽ പുസ്തകം രചിച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യും, ആ പുസ്തകത്തെയും കൂടി പറഞ്ഞിട്ട് എനിക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പുസ്തകമൊക്കെ എഴുതിയ ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവർ പ്രാർത്ഥിക്കും. അത് അവരുടെ തവാലുഇൻ്റെ ഭാഗമാണ്. അതേപോലെ ഷെയ്ഖ് സ്വാലിഹ് സുഹൈമി ഹഫിളഹുല്ലാ രണ്ട് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തേത് റിഫ്ഖൻ അഹ്ലിസുന്ന ബി അഹ്ലിസുന്ന എന്ന മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുല്ലയുടെ പുസ്തകമാണ്. അതും ഇതേ വിഷയത്തിലുള്ള പുസ്തകമാണ്. കാരണം മദീനയിലും മക്കത്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉസ്താദുമാരുണ്ടാവും ഓരോ വിദ്യാർത്ഥികൾക്കും. ഉസ്താദുമാരൊക്കെ ഒരേ മനഹജിൽ പോകുന്ന ആളുകളാണ്, ഒരേ റൂട്ടാണ്. പക്ഷെ വിദ്യാർത്ഥികൾ തമ്മിൽ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഈ ഷെയ്ഖിൽ നിന്ന് കേൾക്കുന്ന വിദ്യാർത്ഥി എന്ത് ചെയ്യൂല, മറ്റേ ഷെയ്ഖിൽ നിന്ന് കേൾക്കൂല, മറ്റേ ഷെയ്ഖിൻ്റെ ക്ലാസ് കേൾക്കാൻ പാടില്ല എന്നെന്ത് ചെയ്യും, പറയും. പക്ഷേ ഈ ഉസ്താദുമാർക്കിടയിൽ എന്തില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ആ പ്രശ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ട് രചിച്ച പുസ്തകമാണെന്ത്, റിഫ്ഖൻ അഹ്ലിസുന്ന ബി അഹ്ലിസുന്ന. അഹ്ലുസുന്നക്ക് അഹ്ലുസുന്നയോട് റിഫ്ഖ് ഉണ്ടാകണം, ഒരു നൈർമല്യം ഉണ്ടാകണം. എല്ലാത്തിനും എന്ത് ചെയ്യലല്ല, മറുപടി കൊടുക്കലല്ല, മറിച്ച് കുറച്ചൊക്കെ നസീഹത്തോടു കൂടി ആയിരിക്കണം അഹ്ലുസുന്നയോട് പെരുമാറേണ്ടത് എന്നാണ്. മറ്റൊരു പുസ്തകം എന്നുള്ളത് അലി ഇബ്നു താമി അൽ ഉതൈബി ഹഫിളഹുല്ലാ രചിച്ച പുസ്തകമാണ് ഇർഹമു അസ്സലഫിയ്യ ഫഇന്ന മിൻകും മുനഫിരീൻ. നിങ്ങൾ സലഫികളോട് എന്ത് ചെയ്യണം, കാരുണ്യം കാണിക്കണം. കാരണം സലഫികളുടെ കൂട്ടത്തിൽ ചില വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. സലഫികളാണ്, പക്ഷെ എന്ത് ചെയ്യും, വെറുപ്പ് ഉൽപ്പാദനാണ് ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഷെയ്ഖ് സ്വാലിഹ് സുഹൈമി പറയാൻ വ അന അഖൂലു ഐലൻ, ഞാനും പറയുന്നു, റിഫ്ഖൻ അഹ്ലസുന്ന ബി അഹ്ലസുന്ന, അഹ്ലുസുന്നയോട് റിഫ്ഖ് കാണിക്കണം. വ അഖൂലു മറത്തൻ ഉഖ്റ, ഞാൻ വീണ്ടും പറയുന്നു, ഇർഹമു അസ്സലഫിയ്യ, നിങ്ങൾ സലഫികളോട് കാരുണ്യം കാണിക്കണം. ഫി കലിമത്തിൻ മുഖ്തസറ അർജു അൻ യൻഫഅ അല്ലാഹു ബിഹാ ജാമിഅഹ വ ഖാരിഅഹ വ തുല്ലാബൽ ഇൽമി വസായിറൽ മുസ്ലിമീൻ. എന്നിട്ട് ഈ പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പുസ്തകം ആരൊക്കെ വായിക്കുന്നുണ്ടോ, ആരൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് ആ പുസ്തകം ആരംഭിക്കുക. പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഒരു 4-5 പേജിൽ പറയുന്നത് നാവിനെ സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യവും അറിവ് നേടുന്നതിൻ്റെ ഉപകാരവുമാണ്. നാവിനെന്ത് ചെയ്യണം, ഒരു മനുഷ്യൻ സൂക്ഷിക്കണം എന്നുള്ളതാണ്. കാരണം മനഹജുസ് സലഫ് നമ്മൾ സംസാരിക്കുമ്പോൾ മനഹജുസ് സലഫിനെ ഒന്നിപ്പിക്കണമല്ലോ. ഈ ഒന്നിപ്പിക്കുന്നതിൽ നിന്ന് തടയുന്ന വിഷയം എന്താ, ഓരോ ആളുകളും മറുപടി പറയുന്നു, ഓരോ ആളുകളും എന്ത് ചെയ്യുന്നു, അങ്ങനെ തെറ്റിപ്പിരിയുന്നു, ആ അവസ്ഥയിലേക്കാണ് എത്തിപ്പെടുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്ത് ചെയ്യാൻ പാടില്ല, തോന്നിയതൊക്കെ സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് സംസാരിക്കുന്നത്, എപ്പോഴാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇതൊക്കെ എന്ത് ചെയ്തിരിക്കണം, വളരെ ക്ലിപ്തമായിരിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതിൽ ആദ്യമായി പറയുന്ന ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. ഓ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിലകൊള്ളണം.
ഷുഹദാ ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നീതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സാക്ഷ്യം വഹിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നിലകൊള്ളുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളേണ്ടത്. അതോടൊപ്പം നീതിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സാക്ഷ്യം വഹിക്കേണ്ടത്. വൈദാ കുൽത്തും, നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഫഅദിലു, നിങ്ങൾ എന്ത് ചെയ്യണം? നീതി പാലിക്കണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവിശ്വാസികളുടെ കൂടെ, സത്യത്തിൻ്റെ ആളുകളുടെ കൂടെ നിങ്ങൾ നിലകൊള്ളണം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, അറിവില്ലാത്ത വിഷയത്തിൻ്റെ പിന്നിൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ പോകരുത്. ഇന്ന സമഅ, കേൾവി എന്നത്, വൽ ബസറ, കാഴ്ച എന്നത്, വൽ ഫുആദ, നിങ്ങളുടെ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാത്തിനെ കുറിച്ച് എന്ത് ചെയ്യും? ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. വല്ലദീന ലാ യഷ്ഹദൂന സൂർ, വിശ്വാസികളായ അള്ളാഹുവിൻ്റെ അടിമകൾ അവരെന്ത് ചെയ്യൂല? കള്ളസാക്ഷ്യത്തിന് അവരെ ലഭിക്കുകയില്ല. വൈദാ മർറൂ ബില്ലഗ്വി, അനാവശ്യ കാര്യങ്ങളിലൂടെ അവർ നടന്നു പോയി കഴിഞ്ഞാൽ മർറൂ കിറാമ, മാന്യന്മാരായിട്ട് എന്ത് ചെയ്യും? അവർ പോകും. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ എന്ത് ചെയ്യണം? ശരിയായ വർത്തമാനം, ശരിയായ വാക്ക് നിങ്ങൾ പറയണം. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ-ളൻൻ, ഊഹങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ വെടിയണം, ഊഹങ്ങളൊക്കെ വെടിയണം. അപ്പോൾ ഇവിടെല്ലാം യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അതായത് സത്യവിശ്വാസികൾ പുലർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്, അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് എന്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അറിയുന്നുണ്ട്. വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ, വലാ തുതി, നീ അനുസരിച്ചു പോകരുത്, കുല്ല ഹല്ലാഫിൻ, അധികമായിട്ട് എന്ത് ചെയ്യാം? സത്യം പറയാം. അധികമായിട്ട് സത്യം പറയുന്ന ഒരുത്തൻ എന്ത് ചെയ്യരുത്? നീ വിശ്വസിച്ചു പോകരുത്. അതേപോലെ തന്നെ നീചനായ ഒരു മനുഷ്യൻ, ഹമ്മാസിൻ മശാഇൻ ബിനമീം, ഏഷണി പറയുന്ന, കുത്തുവാക്ക് പറയുന്ന, ഇങ്ങനെ പറയുന്ന ആളുകൾ എന്ത് ചെയ്യരുത്? നീ അനുസരിക്കരുത്. മന്നാഇൻ ലിൽ ഖൈരി, നന്മയെ തൊട്ട് തടയുന്ന ആളുകൾ, മുഅ്തദിൻ അസീം, മഹാപാപിയായ അതിക്രമകാരിയായ ആളുകളെയും നീ അനുസരിച്ചു പോകരുത്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനും എന്ത്? നാശം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആയത്തുകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാവ് എന്ന അവയവം, നമ്മുടെ സംസാരം ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് സംസാരിക്കുന്നത് വളരെ കൃത്യമായിരിക്കണം. ഹക്കല്ലാത്തതൊന്നും പറയാൻ, അനീതിയിൽ നിന്നുകൊണ്ട് ഒന്നും പറയാൻ പാടില്ല. സംസാരിക്കുന്നിടത്ത് വളരെ കൃത്യമായ ആദാബുകൾ, മര്യാദകൾ എന്ത് ചെയ്യണം? മുഅ്മിനീങ്ങൾ പാലിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി ചില ഹദീസുകളാണ് സ്വാലിഹ് സുഹൈമി ഹഫളഹുല്ല കൊണ്ടുവരുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അന്ത്യനാളിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഒന്നുകിൽ അവന് ഖൈർ പറഞ്ഞുകൊള്ളട്ടെ, അതല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. മൻ യൽമനു ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന, ഒരാൾ അവൻ്റെ താടിയെല്ലിൻ്റെ ഇടയിലുള്ളതിനെയും അവൻ്റെ രണ്ട് കാലുകൾക്കിടയിലുള്ളതിൻ്റെയും ഒരാൾ സംരക്ഷിക്കുമെന്ന് ജാമ്യം ഏറ്റുകഴിഞ്ഞാൽ ഞാൻ അവനെന്ത് ചെയ്യും? സ്വർഗത്തിനു വേണ്ടി ജാമ്യം നിൽക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നത് ഇന്നൽ അബ്ദ, ഒരു അടിമ, ലയതകല്ലമു ബികലിമ, ഒരു സംസാരം സംസാരിക്കും, മിൻ സഖത്തില്ല, അള്ളാഹ്ക്ക് കോപമുണ്ടാക്കുന്ന സംസാരം, ലാ യുൽഖി ലഹാ ബാലൻ, പക്ഷെ ഓൻ എന്ത് ചെയ്യുന്നില്ല? അത് അള്ളാഹ്ക്ക് കോപമുണ്ടാക്കുന്നതാണ് എന്ന ഒരു കാര്യഗൗരവത്തിലല്ലാതെ എന്ത് ചെയ്യാണ് ഇങ്ങനെ പറയാൻ. യഹ്വി ബിഹാ ഫി ജഹന്നം, ആ ഒരു സംസാരം മതി അവനെ നരകത്തിലേക്ക് എത്തിക്കാനെന്നാണ്. ഒറ്റ സംസാരം കൊണ്ട് എന്ത് ചെയ്യും? ഓൻ നരകത്തിലെത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ കോപം ആ സംസാരത്തിലൂടെ അവനക്ക് ലഭിക്കും. യക്തുബുല്ലാഹു ലഹു ബിഹാ സഖതഹു ഇലാ യൗമി യൽഖാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സംസാരത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ കോപം രേഖപ്പെടുത്തുകയും എന്നിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ എന്ത് ചെയ്യും? ആ കോപം അള്ളാഹു എന്ത് ചെയ്യൂല? എടുത്തു മാറ്റൂല എന്നാണ് പറയുന്നത്. മറ്റൊരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ റസൂൽ എന്ത്? കുഫ അലൈക ഹാദാ, നീ എന്ത് ചെയ്യണം? നാവിനെ നീ മുറുകെ പിടിക്കണം, നീ നാവിനെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്.
യാ നബിയല്ലാഹ് വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി. ആ സമയത്ത് ചോദിക്കണം, അത്ഭുതത്തോടു കൂടി ചോദിക്കണം, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, സംസാരിക്കുന്നത് കാരണത്താൽ അള്ളാഹു നമ്മെ പിടികൂടുമോ? ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സകിലത്ക ഉമ്മുക്, സകിലത്ക ഉമ്മുക യാ മുആദ്, ഓ മുആദ് നീ സൂക്ഷിക്കണം. വഹൽ യകുബ്ബുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. ഒരുപാട് ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴാനുള്ള കാരണം അവരുടെ നാവ് കൊയ്തു വെച്ചതാണ് എന്നാണ്. അവരുടെ നാവ് എന്താണോ പറഞ്ഞു വെച്ചത് അത് കാരണത്താലാണ് ഒരുപാട് ആളുകൾ നരകത്തിലേക്ക് എറിയപ്പെടുന്നത്. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടതെല്ലാം സംസാരിക്കുക എന്നുള്ളത് തന്നെ എന്ത് മതി? കളവാകാൻ മതിയായതാണ്. മറ്റൊരു ഹദീസിൽ ഇയ്യാക്കും വല്ലന്ന, നിങ്ങൾ ഊഹത്തെ വെടിയണം. ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്, ഏറ്റവും വലിയ കളവാണെന്ത്? ഊഹം എന്നുള്ളത്. ഏറ്റവും വലിയ കളവാണ് ഊഹം എന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, നമ്മുടെ നാവ് കാരണം എത്ര കുടുംബാംഗങ്ങളാണ് അവരുടെ കുടുംബ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്, എത്ര സുഹൃത്തു വലയങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താ? നമ്മുടെ നാവാണ്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒരുപാട് ഹദീസുകളും ഒരുപാട് ആയത്തുകളും നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ബിഅസ മതിയ്യതർ റജുലി സഅമു. ഒരാൾ പറയാൻ, ഒരാൾ കൊണ്ടു നടക്കുന്ന പാതയത്തിൽ വെച്ച് ഏറ്റവും മോശമായ പാതയാണെന്ത്? സഅമു എന്നത്. അതായത് ഒരാളെക്കുറിച്ച് കൃത്യമായി അറിയാതെ എന്ത് ചെയ്യാം? ഒരാളെക്കുറിച്ച് സംസാരിക്കുക, അയാളെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ അയാളെക്കുറിച്ച് വിധി പറയുക. ഇതാണെന്ത്? ഒരാൾ കൊണ്ടു നടക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ പാതയം. മറ്റൊരിക്കൽ അലി റളിയല്ലാഹു അൻഹു പറയാൻ, ലാ തകൂനു ഉജുലൻ, നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരാളുടെ വിഷയത്തിൽ ധൃതിപ്പെടരുത്, ഒരാളെ വിധിക്കുന്ന വിഷയത്തിൽ ധൃതിപ്പെടാൻ പാടില്ല. മദായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടതൊക്കെ എന്ത് ചെയ്യാം? ഇങ്ങനെ പറഞ്ഞു നടക്കുക, അതും നിങ്ങൾ ചെയ്യരുത്. ബുദ്റൻ, അതോടൊപ്പം തന്നെ രഹസ്യം എന്ത് ചെയ്യണം? സൂക്ഷിക്കാനുള്ളതാണ്. അത് പരസ്യപ്പെടുത്തുന്ന അവസ്ഥയും ഉണ്ടാകരുത്. അപ്പം ഇവിടെ പറഞ്ഞതൊക്കെ നാവുമായി ബന്ധപ്പെട്ട് നാവിനെ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലത് പറയണം. ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ, നല്ലത് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ തിന്മയെ തടയേണ്ടത്. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത് നാവ് അതെന്ത് ചെയ്യും? നമ്മെ നരകത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് നാവിനെ സൂക്ഷിക്കുക. എന്നിട്ട് മുസന്നിഫ് റഹിമഹുല്ല അടുത്ത ബാബിൽ കൊണ്ടുവരുന്നത് ബയാനു ഫദ്ലി ദഅവതി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്. അപ്പോൾ ദഅവത്ത് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സൽക്കർമ്മമാണ്, പ്രബോധനം ചെയ്യുക എന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജോലിയാണെന്ത്? ദഅവത്ത്. ആ ജോലിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വളരെ വലിയ പുണ്യമുണ്ട്. സൂറത്തു ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാളും ഏറ്റവും നല്ല വർത്താനം പറഞ്ഞവൻ ആരാണുള്ളത്? ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് ഈ ആയത്ത് വെച്ചിട്ട് ചില പണ്ഡിതന്മാർ ചർച്ച ചെയ്തത്, ബാങ്ക് വിളിക്കുന്നവനാണോ ഏറ്റവും ഉത്തമം, അതല്ല ഇമാമ് നിൽക്കുന്നവനാണോ? ഈ ആയത്ത് വെച്ച് പറഞ്ഞു ബാങ്ക് വിളിക്കുന്നവനാണ്. കാരണം വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാരാ? ബാങ്ക് വിളിക്കുന്നവനാണ്. ബാങ്ക് വിളിച്ചത് കൊണ്ടാണ് ആൾക്കാരൊക്കെ വരുന്നതും നിസ്കാരമൊക്കെ നടക്കുന്നതൊക്കെ. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു മുഅദ്ദിനാണെന്ത്? പ്രാധാന്യം കൂടുതൽ. മറ്റൊരായത്തിൽ ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. അദ്ഉ ഇലല്ലാഹ്, ഞാൻ ആരിലേക്കാണ് വിളിക്കുന്നത്? അള്ളാഹുവിലേക്കാണെന്നാണ്. അത് അടിവരട്ട് മനസ്സിലാക്കേണ്ട വാചകമാണ്. എന്നിലേക്കല്ല ഞാൻ വിളിക്കുന്നത്. ഒരു പ്രബോധകൻ ക്ഷണിക്കേണ്ടത് ഏതിലേക്കാണ്? അള്ളാഹുവിലേക്കാണ്. എന്നാൽ പലപ്പോഴും നടക്കാറുള്ളത് സ്വന്തത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. വൽ തകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ ഒരു സമൂഹം ഉണ്ടാകണം. അവരെന്താ ചെയ്യേണ്ടത്? യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് വിളിക്കണം.
വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മകൾ കൽപ്പിക്കണം, വയൻഹൗന അനിൽ മുൻകർ, തെറ്റുകൾ അത് വിരോധിക്കണം, വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് വിജയിച്ച കക്ഷികൾ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് ഷെയ്ഖ് പറയാണ് വദ്ദാഇ ഇലല്ലാ, അള്ളാഹുവിലേക്കുള്ള പ്രബോധകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജിബു അൻ യകൂന ആലിമൻ ബിമാ യഖൂലു, അവൻ എന്താണോ പറയുന്നത് അതിനെക്കുറിച്ച് അവൻ എന്തുണ്ടാകണം? അറിവുണ്ടാകണം. ആരിഫൻ ബിഹാലിൽ മദ്ഉവീൻ, അറിവുണ്ടായാൽ മാത്രം പോരാ, മറിച്ച് ആരോടാണോ അവൻ സംസാരിക്കുന്നത് അവരുടെ അവസ്ഥ കൂടി എന്ത് ചെയ്യണം? അവൻ തിരിച്ചറിയണം. അതാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കല്ലിമിൻ നാസ ബിഖദ്രി ഉഖൂലിഹിം, അവരുടെ ബുദ്ധിക്കനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സംസാരിക്കേണ്ടത്. ചെറിയ കുട്ടിയോട് വലിയ മസ്അലകൾ പറഞ്ഞാലോ അവൻ വിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടാകൂല. അതുകൊണ്ട് ആളുകളെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു പ്രബോധകൻ എന്ത് ചെയ്യേണ്ടത്? സംസാരിക്കേണ്ടത്. വമാ യംബഗി അൻ യുഖാൽ, എന്താണോ അനിവാര്യമായി പറയേണ്ടത്, വമതാ യുഖാൽ, എപ്പോഴാണോ പറയേണ്ടത്, വ ഐന യുഖാൽ, എങ്ങനെയാണോ പറയേണ്ടത്. അപ്പോൾ എപ്പോഴാണ്, എങ്ങനെയാണ്? മുറാഇയൻ ഫീ ദാലിക അൽ ഹിക്മ, ഇതൊക്കെ പരിഗണിച്ചിട്ട് എന്തും പരിഗണിക്കണം? ഹിക്മത്ത് പരിഗണിക്കണം. അവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമോ, ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? സംസാരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ആ സംസാരത്തിൽ റിഫ്ക് ഉണ്ടാകണം. ഒരു റിഫ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോലത എന്ത് ചെയ്യണം? സംസാരത്തിൽ ഉണ്ടാകണം. വറഹ്മ, കാരുണ്യമുണ്ടാകണം. കാരണം എന്താ? ഇഖ്തിദാഅൻ ബി റസൂലിന സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനെ പിൻപറ്റുകയാണ് നമ്മൾ ആ വിഷയത്തിൽ ചെയ്യുന്നത്. കാരണം റസൂലിൻ്റെ ദഅവത്ത്, റസൂലിൻ്റെ പ്രബോധനം ആ രീതിയിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചത് കൊണ്ടാണ് പ്രവാചകരെ താങ്കൾ ലോലമനസ്കനായി മാറിയത്. താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യൂല? ഒരാളും താങ്കളുടെ സംസാരം കേൾക്കുമായിരുന്നില്ല. താങ്കളിൽ നിന്ന് എന്ത് ചെയ്യും? അവരൊക്കെ അകന്നു പോകുന്നതാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റത്തെ താല്പര്യമുള്ള ഒരാളാണ് ആര്? നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോടും ഹാറൂൻ എന്ന പ്രവാചകനോടും പറയുന്ന കാര്യമുണ്ട്. ആരിലേക്ക് ദഅവത്ത് പോകുമ്പോൾ? ഫിർഔനിലേക്ക്. ഏറ്റവും വലിയ കാഫിറും നിരീശ്വരവാദിയുമാണ് ആര്? ഫിർഔൻ. ആ ഫിർഔൻ്റെ അടുക്കലേക്ക് പോകുമ്പോഴാണ് എന്തു പറഞ്ഞത്? ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല ലി മൂസ വ ഹാറൂന അലൈഹിമസ്സലാത്തു വസ്സലാം ഇദ്ഹബാ ഇലാ ഫിർഔൻ, നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം? ഫിർഔൻ്റെ അടുക്കലേക്ക് പോകണം. ഇന്നഹു തഗ, ഫിർഔൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതിക്രമം ചെയ്തിട്ടുണ്ട്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, വളരെ ലോലമായ സംസാരമാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ സംസാരിക്കേണ്ടത്. എന്തിനാ? ലഅല്ലഹു യതദക്കർ, മോനെന്ത് ചെയ്യും? ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഔ യഖ്ഷ, ചിലപ്പോൾ ഭയപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ നിരീശ്വരവാദിയോട് അതല്ലെങ്കിൽ കാഫിറിനോട് സംസാരിക്കുമ്പോൾ, പ്രബോധനം ചെയ്യുമ്പോൾ പോലും വളരെ നൈർമല്യത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? പ്രബോധനം നടത്തേണ്ടത്. കാരണം നമ്മുടെ സ്വഭാവം എന്ത് ചെയ്യും? അവിടെ ആ സ്വഭാവത്തിൽ നമ്മുടെ ഹക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിലായിരിക്കണം നമ്മുടെ പ്രബോധനം നടക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളോട് യൗമുൽ ഫത്ഹു മക്ക വിജയിച്ചടക്കി. ആ സമയത്ത് ഖുറൈശികളൊക്കെ പേടിച്ച് നിൽക്കുകയാണ്. റസൂലാണെങ്കിൽ തല ഉയർത്തി നിൽക്കുകയാണ്. കാരണം മക്ക നഷ്ടപ്പെട്ടു. ആ മക്ക തിരിച്ചു പിടിച്ചതിൻ്റെ ഇസ്സത്തിലാണ്. പ്രതാപം എന്നത് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനുമാണ്. ഇന്നമൽ ഇസ്സത്തു ലില്ലാഹി വലി റസൂലിഹി, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനുമാണ് ഇസ്സത്ത്. ആ സമയത്ത് വളരെ നിന്ദ്യരായിട്ടാണ് മുശ്രിക്കീങ്ങൾ റസൂലിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. റസൂൽ പുറത്തു തരോ എന്ന ഭയത്തിലാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അഖൂലു കമാ ഖാല അഖീ യൂസുഫ്, ഞാൻ യൂസുഫിൻ്റെ സഹോദരങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പറയുകയാണ്. ലാ തസ്രീബ അലൈക്കും അൽയൗം, യൂസുഫ് നബി സഹോദരങ്ങളോട് എന്താ പറഞ്ഞത്? ലാ തസ്രീബ അലൈക്കും അൽയൗം, നിങ്ങൾക്കെന്തില്ല? ഒരാക്ഷേപവും ഇന്ന് നിങ്ങൾക്കില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? പുറത്തു തരും. അപ്പോൾ എന്താണോ പറഞ്ഞത് അതേ രൂപത്തിൽ എന്ത് ചെയ്യാണ്? ഞാനും പറയുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത്
10 വർഷം അനസ് റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ ഖാദിമാണ്. 10 വർഷം. എന്നിട്ട് പറയാൻ മാ ഖാലലി ഉഫിൻ ഖത്തു, എന്നോട് എന്ത് ചെയ്തിട്ടില്ല, മാ ഖാലലി ഉഫൻ ഖത്തു, ചേ എന്നൊരു വാക്ക് പോലും എന്ത് ചെയ്തിട്ടില്ല, 10 വർഷം പറഞ്ഞിട്ടില്ല എന്നാണ്. വലാ ഖാലലി ഷൈഉൻ വലാ ഖാലലി ലിഷൈഇൻ ലിമ ഫഅൽത കദാ വഹല്ല ഫഅൽത കദാ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന് പോലും ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. അപ്പോൾ 10 വർഷത്തിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് എത്ര പരിശുദ്ധമായിരുന്നു എന്നെന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഫത്ഹ് മക്ക സന്ദർഭത്തിൽ എല്ലാവർക്കും എന്ത് ചെയ്യുന്നു, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ പ്രബോധനം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം അതിങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് അതിൽ ഹിക്മത്ത് പരിഗണിക്കണം, അതിൽ മആലാത്തുകൾ പരിഗണിക്കണം, പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരാൾ സംസാരിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത് സ്വാലിഹ് സുഹൈമി ഹഫിളഹുല്ലാ, ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെ, അദ്ദുആത്ത് വതുല്ലാബൽ ഇൽം, പ്രബോധകന്മാരും വിദ്യാർത്ഥികളും, ഇഖ്റഉ ഹാദിഹിൻ നുസൂസ്, നിങ്ങൾ ഈ പറഞ്ഞ നസ്സുകളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ വായിക്കണം. വതഅമ്മലുഹ, നിങ്ങൾ ഉറ്റാലോചിക്കണം. വതദബ്ബറുഹ, ചിന്തിക്കണം. വഅമലു ബിഹ, അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. വതബ്ബിഖു മാ ഫീഹാ മിൻ തൗജീഹാത്തിൻ കരീമ, നല്ല ഒരുപാട് നിർദ്ദേശങ്ങൾ അതിലുണ്ട്, അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം മതവിദ്യാർത്ഥികളെ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ പ്രബോധനം നടത്തുന്ന ദീന് എന്നത് അത് പൂർണ്ണമാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത ഒരു ഘട്ടത്തിൽ ഷേഖ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ദീന് പൂർണ്ണമാണ്. ദീന് പൂർണ്ണമാണെന്ന് പറയുമ്പോൾ എല്ലാ വിഷയത്തിലും ദീന് പൂർണ്ണമാണ്. അഖീദയുടെ വിഷയത്തിൽ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ, അഹ്കാമിൻ്റെ വിഷയത്തിൽ, ആദാബിൻ്റെ വിഷയത്തിൽ, അഖ്ലാഖിൻ്റെ വിഷയത്തിൽ, മുആമലാത്തിൻ്റെ വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും ദീന് പൂർണ്ണമാണ്. ദീൻ എന്തില്ല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാതെ പോയിട്ടില്ല, എല്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇരുലോകത്തും നമുക്ക് വിജയം സാധ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞതൊക്കെ നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്തിനെ കുറിച്ച് യഹൂദികൾ എന്ത് ചെയ്യാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പോയിക്കൊണ്ട് പറയാണ്, ആയത്തുൻ ഫീ കിതാബിക്കും, നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഒരു ആയത്തുണ്ട്, തഖ്റഊനഹ, നിങ്ങളത് വായിക്കുന്നുണ്ട്, ലൗ അലൈന മഅശറൽ യഹൂദി നസലത്ത്, നമ്മൾ യഹൂദികൾക്കാണ് ആ ആയത്ത് ഇറങ്ങിയതെങ്കിൽ ലത്തഖദ്നാ ദാലികൽ യൗമ ഈദ, നമ്മളത് എന്താക്കുമായിരുന്നു, ആഘോഷമാക്കുമായിരുന്നു. ഖാല അയ്യു ആയ, ഉമർലാൻ ചോദിച്ചു ഏതാണ് ആ ആയത്ത്. ഉമർലാൻ അറിയാം, ആയത്തറിയാം, ആയത്ത് ഓതി കൊടുത്തു. ആ സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖദ് അറഫ്നാ ദാലികൽ യൗം, ആ ദിവസം എനിക്കറിയാം, വൽ മകാന അല്ലദീ നസലത് ഫീഹി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്കത് എപ്പോഴാണ് ഇറങ്ങിയത് എന്നറിയാം. വഹുവ ഖായിമുൻ ബി അറഫ, നബി അറഫയിൽ നിൽക്കാൻ. എപ്പോഴാണത്, യൗമ ജുമുഅ, ജുമുഅ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, ഇസ്ലാം അല്ലാത്തൊരു ദീൻ ആരെങ്കിലും കാംക്ഷിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ആഖിറത്തിൽ അവൻ ആരായിത്തീരും, നഷ്ടക്കാരിൽ അവൻ ഉൾപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ദീന് പൂർണ്ണമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പൂർണ്ണമായ ദീനിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടത്തേക്കാണ് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മടക്കേണ്ടത് എന്നാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ കിതാബിലേക്കും സുന്നത്തിലേക്കുമാണ് എന്ത് ചെയ്യേണ്ടത്, മടക്കേണ്ടത്. സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്ത്, ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കുമാണ് നിങ്ങൾ മടക്കേണ്ടത്. വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മതവിധി തേടിപ്പോകേണ്ടത് അള്ളാഹുവിങ്കലേക്കാണ് എന്ന് പറഞ്ഞു വെക്കാൻ. എന്നിട്ട് അവിടെ ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു വാചകം എടുത്തു കൊടുക്കാൻ. അദ്ദേഹം പറയുന്നത്, വൽ ഉമൂറുല്ലതി തതനാസഉ ഫീഹൽ ഉമ്മ ഫിൽ ഉസൂലി വൽ ഫുറൂ, അടിസ്ഥാന വിഷയത്തിലും ശാഖാപരമായ വിഷയത്തിലും ഉമ്മത്ത് ചിലപ്പോൾ എന്തായിട്ടുണ്ടാകാം, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ വിഷയത്തിൽ എന്താ ചെയ്യേണ്ടത്, ഇദാ ലം തുറദ്ദു ഇലല്ലാഹി വർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യതബയ്യൻ ഫീഹൽ ഹഖ്, ഉസൂലിയായ വിഷയമാകട്ടെ
ഫുറൂഇയായ വിഷയമാകട്ടെ, അടിസ്ഥാന വിഷയമാകട്ടെ, ശാഖാപരമായ വിഷയമാകട്ടെ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കിയിട്ടില്ല എങ്കിൽ ഹക്ക് എന്ത് ചെയ്യൂല, ബോധ്യപ്പെടൂല. ബൽ യസീറു ഫീഹൽ മുതനാസിഊന അലാ ഗൈരി ബയ്യിനത്തിൻ മിൻ അംരിഹിം, അവരുടെ കാര്യം എന്ത് ചെയ്യൂല, അവർക്ക് വ്യക്തമാകൂല. ഇനി അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചൊരിയുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവർ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുകയും അതോടൊപ്പം തന്നെ പരസ്പരം എന്ത് ചെയ്യൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന നസീഹത്തില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇഖ്തിലാഫ് ഉണ്ടെങ്കിലും അവിടെ അവർ നല്ല രൂപത്തിൽ പെരുമാറുന്നതാണ്. കമാ കാന സ്വഹാബത്തു ഫീ ഖിലാഫത്തി ഉമർ വ ഉസ്മാൻ യതനാസഊന ഫീ ബഅദി മസാഇൽ ഇജ്തിഹാദ് ഫയുഖിറു ബഅദുഹും ബഅളാ വലാ യഅ്തദി വലാ യുഅ്തദാ അലൈഹി. ഉമർ അള്ളാഹിൻ്റെ കാലഘട്ടത്തിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയങ്ങളുണ്ട് സ്വഹാബാക്കൾ പരസ്പരം. പക്ഷെ അവിടെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, പരസ്പരം ദേഷ്യം വെച്ച് പുലർത്തുക, ഒരാൾ മറ്റൊരാൾക്കെതിരെ സംസാരിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. കാരണം എന്ത് ലഭിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. റഹ്മത്ത് ലഭിക്കാത്ത ആളുകളുടെ അവസ്ഥയാണെന്ത്, വഖഅ ബൈനഹുമുൽ ഇഖ്തിലാഫുൽ മദ്മൂം, ശറഅ നിരോധിക്കപ്പെട്ട ഇഖ്തിലാഫിൽ എന്ത് ചെയ്യും, അവർ ചെന്ന് ഭവിക്കും. ഫബഗാ ബഅ്ളുഹും അലാ ബഅ്ൾ, ചില ആളുകൾ മറ്റാളുകൾ എന്ത് ചെയ്യും, അതിക്രമിക്കും, അവരോട് അക്രമം ചെയ്യും. ഇമ്മാ ബിൽ ഖൗൽ, ഒന്നുകിൽ എന്തായിരിക്കും, നാവ് കൊണ്ട്, സംസാരം കൊണ്ടായിരിക്കും. അതെങ്ങനെ, മിസ്ല തക്ഫീരിഹി വ തഫ്സീഖിഹി, ഓൻ കാഫിറാണെന്ന് പറയാം, ഓൻ ഫാസിഖാണെന്ന് പറയാം. വ ഇമ്മാ ബിൽ ഫിഅൽ, അതല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, അതിക്രമം ചെയ്യുക. മിസ്ല ഹബ്സിഹി, ഓനെ പിടിച്ചു വെക്കും, അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓനെ അടിക്കും, അതല്ലെങ്കിൽ ഓനെ കൊല്ലും. അപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇഖ്തിലാഫ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അടിയുണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, അടിയുണ്ടാകുന്ന, അസൂയ വെച്ച് പുലർത്തുന്ന എല്ലാ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. അത് അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാതെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വല്ലദീന ഇംതഹനു അന്നാസ ബിഖൽഖിൽ ഖുർആൻ കാനു മിൻ ആഹുലാഹി ഇബ്തദഉ ബിദ്അ വകഫറു മൻ ഖാലഫഹും ഫീഹാ വസ്തഹല്ലു منع حقه وعقوبته فالناس إذا خفي عليهم بعض ما بعث الله به الرسول إما عادلون وإما ظالمون فالعادل فيهم الذي يعمل بما وصل إليه من آثار الأنبياء ولا يظلم غيره والظالم الذي يعتدي على غيره. അപ്പോൾ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് രൂപത്തിലാണ് ജനങ്ങൾ ഉണ്ടാവുക എന്നാണ്. ഒന്ന് ആദിലീങ്ങളാണ്. ആദിലീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ റസൂലും സഹാബത്തും വിശ്വസിച്ചത് അതുപോലെ എന്ത് ചെയ്യും, അവർ വിശ്വസിക്കുന്നു മാത്രമല്ല ബാക്കിയുള്ളവരെന്ത് ചെയ്യൂല, ആക്രമിക്കൂല. എന്നാൽ ലാലിമീങ്ങൾ, അക്രമികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അവർ ബാക്കിയുള്ള ആളുകളെ ആക്രമിക്കുന്ന ആളുകളാണ്. അടുത്ത ഒരു ബാബിൽ ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത് വുജൂബു അത്തസബ്ബുത്ത് വത്തറയ്യുസ് വഅദ്മി തസർറുഇ ഫി ഇസ്ദാരിൽ അഹ്കാമി അലൽ അഷ്ഖാസ്. വ്യക്തികളുടെ വിഷയത്തിൽ ഹുക്കുമ് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ധൃതിപ്പെടാൻ പാടില്ല. അതിൽ സാവകാശം ഉണ്ടാകണം. അത് പരിശോധിക്കൽ എന്താണ്, നിർബന്ധമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് അതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, ചില ആളുകൾ, ചില ജനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, തബ്ദീഅ് ചെയ്യും, തഫ്സീഖ് ചെയ്യും, തക്ഫീർ ചെയ്യും, ഒഴിവാക്കും. ഓനെന്ത് ചെയ്യണം, ഓനെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഓനെ ഹജ്ർ ചെയ്യാം. ഓൻ സലഫി അല്ല എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുക, സലഫിയത്തുനിന്ന് പുറത്താക്കാം. അതുമാത്രമല്ല പിന്നെന്താ ചെയ്യുക, ഷെയ്ഖ് പറയുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഷെയ്ഖ് പറയുന്നത് ചില മശായിഖന്മാരിൽ നിന്ന് ചെയ്യാൻ പറ്റൂല, ഇവരെ ക്ലാസ് ഒന്നും കേൾക്കാൻ പറ്റൂല എന്നെന്ത് ചെയ്യുക, തഹദീർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചില വിദ്യാർത്ഥികളുണ്ടാവും, മതം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും, അവരുടെ അടുത്തും എന്ത് ചെയ്യാൻ പറ്റൂല, ഓരോ ക്ലാസ്സും കേൾക്കാൻ പറ്റൂല. ഇതൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഹക്കിൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല. ലിമറലിൻ ഫി നഫ്സിഹി, ഓൻ്റെ നഫ്സിൽ എന്തുണ്ട്, ഒരു രോഗമുണ്ട്. ആ രോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇവൻ്റെ ക്ലാസ് കേൾക്കാൻ പറ്റൂല, ഇവൻ്റെത് കേൾക്കാൻ പറ്റൂല എന്നെന്ത് ചെയ്യുക, പറയുക. അതല്ലെങ്കിലോ ഔ ഹവ ത്വഗാ അലാ തഫ്കീരിഹി, അവൻ്റെ ചിന്തയിലേക്ക് വന്ന് ഭവിച്ച ഒരു ഇച്ഛയാണ്, ദേഹേച്ഛയാണ്. അവൻ്റെ ദേഹത്തിൻ്റെ ഇച്ഛ എന്താണോ അവനോട് പറയുന്നത് അതെന്ത് ചെയ്യുക, അവനിങ്ങനെ പറയാം. ഔ ലിഹസദിൻ ഇസ്തൗല അലാ ലുബ്ബിഹി, അതല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തെ പിടിച്ചടക്കിയ അസൂയയാണ്, അസൂയ മൂലമാണ് പറയുന്നത്. ഔ ബിനഖ്ലിൻ അമ്മൻ തവഹമ അന്നഹും സിഖാത്ത്, അല്ലെങ്കിൽ അവൻ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതല്ലെങ്കിൽ അവൻ പറയുന്നത് ആരെങ്കിലും ഒരാൾ അവനോട് പറഞ്ഞിട്ടുണ്ടാവും. ഓൻ വിചാരിക്കുന്ന എന്താ, ഈ പറഞ്ഞ ആൾ സിഖത്താണ്, വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ, അതായത് ഒരു
പരിശോധനയും നടത്താതെ ഒന്നും നടത്താതെ ഇത്തരത്തിൽ വിധികൾ നടപ്പിലാക്കുന്ന ആളുകളുടെ ദർസ് കേൾക്കാൻ പാടില്ല, ഇവരൊഴിവാക്കണം, മറ്റാൾ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ വഹും അർബാബു ഫിത്ന, അവർ ഫിത്നയുടെ റബ്ബുകളാണ് എന്നാണ്. അസ്ബാബു ഫുർഖ, ഫുർഖത്തുണ്ടാക്കുന്ന എല്ലാ കാരണവും എന്തുണ്ട്? ഈ പറഞ്ഞ കൂട്ടരിൽ ഉണ്ട്. എന്നിട്ട് പറയാൻ ഫലൈസത്തി സലഫിയത്തു ബിൽ മുബാലഗാത്ത്, സലഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിര് കവിയലല്ല. വത്തസറുഇ ഫിൽ ജർഹി ദൂന റവിയ, സാവധാനമില്ലാതെ എന്ത് ചെയ്യുക? ഓരോ ആൾക്കാരെയും ജർഹ് ചെയ്യുക, കീറി മുറിക്കുക. വതതബ്ബുഇ സല്ലാത്ത്, തെറ്റുകൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ചുഴിന്നന്വേഷിച്ചിട്ട് നടക്കുക. വ ഇൽസാമിന്നാസി ബിമാ ലാ യൽസമുഹും, എന്നിട്ട് എന്ത് ചെയ്യുക? തെറ്റുകൾ ഇങ്ങനെ ചുഴിഞ്ഞ് നടന്നിട്ട് ജനങ്ങളെ നിർബന്ധിപ്പിക്കുക, ചില കാര്യം വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ജനങ്ങളെ നിർബന്ധിപ്പിക്കുക. വ ബത്രിൽ കലാം, ബത്രുൽ കലാം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ ക്ലിപ്പ് കട്ട് മുറിക്കുക, അതായത് കുറച്ച് എന്ത് ചെയ്യും? കുറച്ച് മുറിക്കും, എന്നിട്ട് അതെന്ത് ചെയ്യുക? അതിങ്ങനെ ഇടുക. വ അദ്മി ഹംലിഹി അലൽ മഹാമിൽ ഹസന, ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു രൂപത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും, അത് ചെയ്യൂല. എന്നിട്ട് എന്താ ചെയ്യുക? അതിനെ മോശമായ രൂപത്തിലേക്ക് എന്ത് ചെയ്യും? വ്യാഖ്യാനിക്കും. അതായത് നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ, പണ്ഡിതന്മാരൊക്കെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, ഇപ്പോൾ അഖീദത്തു ത്വഹാവിയ, അഖീദത്തു ത്വഹാവിയയിൽ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഷറഹ് ചെയ്യുന്ന പണ്ഡിതന്മാരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞതിൽ അധികവും എന്താണ്? അഹ്ലുസുന്നയോട് യോജിച്ച വിഷയമാണ് പറയുന്നത്. അപ്പോൾ എവിടെയെങ്കിലും അഹ്ലുസുന്നത്തിനോട് എതിരായ വിഷയം പറഞ്ഞാൽ പോലും എന്ത് ചെയ്യും? അദ്ദേഹം ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഇതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് നല്ല രൂപത്തിലേക്ക് എന്ത് ചെയ്യും? അതിനെ ഹംല് ചെയ്യും. എന്നാൽ ഇവിടെ നടക്കുന്നത് എന്താ? നല്ലത് പറഞ്ഞാൽ അതിനെ എങ്ങനെ മോശമായ രൂപത്തിലേക്ക് ഹംല് ചെയ്യാൻ പറ്റുമോ ആ പണിയാണ് പല ആളുകൾ എടുക്കുന്നത്. വ ഇസ്ഖാത്തിൽ ബഅലി ബിദഅവ അഖ്ബാരി സിഖാത്ത് വ തഅസ്സുബ് ലിൽ അഷ്ഖാസ്, വ്യക്തികൾക്ക് എന്ത് ചെയ്യുക? അസബിയത്ത്, വ്യക്തികളെ കേന്ദ്രീകരിച്ച് അവരുടെ ആളായിട്ട് എന്ത് ചെയ്യുക? മറ്റുള്ള ആൾക്കാരൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല? അംഗീകരിക്കാൻ പറ്റൂല. വഹസ്രിൽ ഉഖ്മി അലൽ ആഖരീന ഫി അഷ്ഖാസിൻ മുഅയ്യനീൻ, കുറച്ച് ആളുകളുണ്ടാവും, അവരടുത്ത് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പോകാനും ഇൽമൊക്കെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ബാക്കി ആളുകളൊന്നും എന്ത് ചെയ്യൂല? നമുക്ക് പറ്റൂല. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ആദ്യ ഒരു സന്ദർഭത്തിലുണ്ടായ വിഷയമാണ്. ഒരാൾ ക്ലാസ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാലോ കുറച്ച് കൂട്ടം ആളുകൾ എന്ത് ചെയ്യും? അവരിങ്ങനെ പുറത്തു പോകും, അവരെന്ത് ചെയ്യൂല? ഇവരെ ക്ലാസ് കേൾക്കൂല. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. എത്രത്തോളം ഹുത്തുബയിൽ വരെ, ഹുത്തുബ പറയുമ്പം വരെ ഈ ആൾക്ക് പണി എന്തെന്ന് വെച്ചാൽ ഫോൺ നോക്കിയിരിക്കുക. കാരണം ഇദ്ദേഹത്തിന് ഹുത്തുബ കേൾക്കാൻ പറ്റൂല എന്നാണ് വിശ്വാസം. ആ ഒരു അവസ്ഥയിലേക്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിപ്പെട്ടിട്ടുണ്ട്. വൽ മുബാദറത്തി ബിർറദ്ദി അലൽ മുഖ്തി വൽ മുഖാലിഫി ഖബ്ല നസിഹ, ഇതൊന്നും സലഫിയത്തല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതൊന്നും എന്തല്ല? സലഫിയത്തല്ല. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? തെറ്റ് ഒരാൾക്ക് സംഭവിച്ചോ അടുത്ത 2 മിനിറ്റിൽ എന്ത്? മറുപടി കൊടുക്കുക. തെറ്റ് സംഭവിച്ചാൽ എന്താ? അപ്പം തന്നെ ഒരു മറുപടി. ഖബ്ല നസിഹ, നസീഹത്തൊന്നുമില്ല, ഒരു നസീഹത്തും ഇല്ലാതെ എന്ത് ചെയ്യുക? മറുപടി കൊടുക്കുക. വശുറൂഇ ഫിൽ അഹ്കാമി മിന തബ്ദീഇ വത്തഫ്സീഖി വത്തക്ഫീർ ദൂന തസബ്ബുതി, എന്നിട്ട് എന്ത് ചെയ്യുക? വിധിക്കുക. ഓൻ മുബ്തദിയാൻ, ഓൻ ഫാസിഖാൻ, ഓൻ തക്ഫീർ, ഓൻ കാഫിറായിട്ടുണ്ട്. ദൂന തസബ്ബുത്ത്, പരിശോധന ഒന്നുമില്ല. വല്ലുനൂൻ, ഓൻ്റെ ഊഹങ്ങളാണ്. വത്തസറുഇ ഫി ഖബൂലിൽ അഖ്ബാർ വനശ്രിഹ വഇശാഅതിഹ മഅ അദ്മി തഫ്കീരി ഫിൽ അവാഖിബ്, ഇതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ ഓൻ ധൃതി കാണിക്കും. എന്തിൽ? ഫി ഖബൂലിൽ അഖ്ബാരി വനശ്രിഹ വഇശാഅതിഹ, ചില കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്യുക? ഓൻ ധൃതി കാണിക്കുക. ഒന്നും ചിന്തിക്കൂല. അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, സമൂഹത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവും, ആ ദാഇയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവും, ഇതൊന്നും പരിശോധിക്കാതെ എന്ത് ചെയ്യും? അത് പ്രചരിപ്പിക്കും. എന്നിട്ട് പ്രചരിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? ഇതൊക്കെ ആലോചിക്കുക, അതൊന്നും വേണ്ടായിരുന്നല്ലോ എന്നാലോചിക്കുക. അപ്പോൾ ഷെയ്ഖ് പറയാണ്, ഈ പറഞ്ഞതൊന്നും എന്തല്ല? സലഫിയത്തല്ല, ഈ പറഞ്ഞതൊന്നും സലഫിയത്തല്ല. എന്നിട്ട് ആയത്തോതാണ് വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും ദ്രോഹിക്കുന്ന യാതൊരു വിഭാഗം ആളുകൾ ബിഗൈരി മക്തസബു, അവർ ചെയ്യാത്തതിൻ്റെ പേരിൽ ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വ ഇസ്മൻ മുബീന, അവർ ചെയ്തു വച്ചിട്ടുള്ളത് വ്യക്തമായ പാപമാണ്, വലിയ അപവാദമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവർ ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ആയത്തിൻ്റെ പരിധിയിൽ വരും. മുഅ്മിനീങ്ങളെ വെറുതെ ദ്രോഹിക്കുക എന്നുള്ള പരിധിയിൽ എന്ത് ചെയ്യും? ഇവരൊക്കെ ഉൾപ്പെടും എന്നാണ് പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞു വെക്കാൻ, മൻ ഖാല ഫീ മുഅ്മിനിൻ, ഒരു മുഅ്മിനെ കുറിച്ച് പറയാൻ, മാ ലൈസ ഫീഹി, അവനിലില്ലാത്തത്, അസ്കനഹുല്ലാഹു റദ്ഗതൽ ഖബാലി ഹത്താ യഖ്റുജ മിമ്മാ ഖാല, അവനെന്ത് ചെയ്യും? നരകക്കാരുടെ
നരകക്കാരിൽ നിന്ന് വരുന്ന ചലം അതൊക്കെ ആയിരിക്കും എന്ത് ചെയ്യാം അവനെ കൊണ്ട് അള്ളാഹു ഭക്ഷിപ്പിക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറയുന്നത്, ഇന്ന മിൻ അർബർ റിബ, റിബയിൽ ഏറ്റവും മുകളിലുള്ളത്, പലിശയിൽ ഏറ്റവും മുകളിലുള്ളത് അൽ ഇസ്തിതാലതു ഫി ഇർലിൽ മുസ്ലിമി ബിഗൈരി ഹഖ്ഖിൻ, ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിന് എന്ത് ചെയ്യലാണ്, ക്ഷതം വരുത്തലാണ്. അതെങ്ങനെയാണ് ക്ഷതം വരുത്തുന്നത്? ഹക്കിലല്ല, ബാത്തിലാണ്. ഇപ്പോൾ ഒരാളെക്കുറിച്ച് നമുക്ക് ഹക്കൻ, അദ്ദേഹം എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നസീഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കാം. ഇതങ്ങനെയല്ല, മറിച്ച് എന്താണ്, ഒരു ഹക്കും ഇല്ല, ഒരു ബാധ്യത ഇല്ലാതെ എന്ത് ചെയ്യാം, ഒരാളുടെ അഭിമാനം പിച്ചി ചീന്തുക. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ പറയാണ്, ഷെയ്ഖ് പറയാണ്, ഫത്തഖുല്ലാഹ യാ തുല്ലാബൽ ഇൽം, ഓ മതവിദ്യാർത്ഥികൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തകൂനു മിഅ്വല ഹദ്മിൻ യൻഖിറു ഫീ ഇളാമി ദഅവ വയൻഹരിഫു ബിഹാ അൻ മസാരിഹ, പ്രബോധനത്തിൻ്റെ വഴിയെ തിരിച്ചുവിടുന്ന ആളുകളായിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ മാറരുത്. വയുഫർരിഖു അസ്സലഫിയീന, സലഫികളെ വ്യത്യസ്ത വിഭാഗങ്ങളാക്കി വിഭജിക്കുന്ന ആളുകളായിട്ടും നിങ്ങൾ മാറരുത്. നിങ്ങൾ അള്ളാഹുവിനെ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ, അതായത് പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കുക, ഒരാളെക്കുറിച്ച് പെട്ടെന്ന് വിധി പറയുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ സംഭവങ്ങളും ഷെയ്ഖ് പറയാം. അതിൽ ഷെയ്ഖിൻ്റെ ഒന്നാമത്തെ അനുഭവമായിട്ട് പറയുന്നത് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലയെക്കുറിച്ചും അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫ്ലഹുല്ലയെക്കുറിച്ചും, ഈ രണ്ടാളുകളെക്കുറിച്ചിട്ടും ഈ രണ്ട് പണ്ഡിതന്മാരെ കുറിച്ചിട്ടും എന്ത് ചെയ്തു, ഒരിക്കൽ പറയപ്പെട്ടു എന്നാണ്. ഒരാൾ പറയാൻ, ഏതോ ഒരു സൈറ്റിലൂടെ ഒരാളിങ്ങനെ അടിച്ചുവിടാൻ, വലാകിൻ ലാ യുസ് അലാനി അനിൽ മൻഹജി വരിജാൽ, അവർ രണ്ട് ആൾക്കാരും എന്ത് ചെയ്യരുത്, ഈ പറഞ്ഞ രണ്ട് ഷെയ്ഖുമാരോട് മൻഹജിനെ കുറിച്ചൊന്നും ചോദിക്കരുത്. അതോടൊപ്പം തന്നെ വ്യക്തികളെക്കുറിച്ച്, ഇന്ന വ്യക്തിയിൽ നിന്ന് അറിവ് സ്വീകരിക്കാൻ പറ്റുമോ എന്നൊന്നും ഈ പറഞ്ഞ രണ്ട് ഷെയ്ഖുമാരിൽ നിന്ന് ചോദിക്കരുത്. കാരണം ബിദഅവ അന്നലി കുല്ലി ഫന്നിൻ റിജാലു, അന്നലി കുല്ലി ഫന്നിൻ റിജാല, എല്ലാ ഫന്നിനും എന്തുണ്ട്, അതിൻ്റേതായ ആളുകളുണ്ട്. ഇവരെന്തല്ല, അതിനർഹരായ ആളുകളല്ല എന്നാണ് പറയുന്നത്. ഫമിനൽ ഉലമാഇ മൻ ലൈസ ഫഖീഹൻ ഫി മഅരിഫത്തി മൻഹജി സലഫ് വതഖീമിൽ മനാഹിജിൽ വാഫിദ വഅന്ന ദാലിക യഖ്തസ്സു ബിഫുലാനിൻ വഫുലാനിൻ ഫഖത്ത്. അതായത് മനഹജിനെ കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾ എന്താണ്, അത് അതിൻ്റേതായ ആളുകളുണ്ട്, അവരോടാണ് ചോദിക്കേണ്ടത്, ഇവരോട് എന്ത് ചെയ്യാൻ പറ്റൂല, ചോദിക്കാൻ പറ്റൂല. അപ്പോൾ അവർക്ക് ഇവർ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് മനഹജ് ചോദിക്കാൻ പറ്റിയ ആൾക്കാരുണ്ട്, അവർ ദേഷ്യപ്പെടും. ഈ ഷെയ്ഖുമാരെ കുറിച്ചാണ് ചോദിക്കാൻ പാടില്ല എന്ന് ഇവർ പറഞ്ഞ ഷെയ്ഖുമാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവർക്ക് ദേഷ്യപ്പെടും എന്നാണ് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് മറ്റൊന്ന് ഇവിടെ പറയാണ്, വഹാദ യുദക്കിറുനി ബിമഖാലിൻ ലി അഹദി സുഅമാഇൽ ഹിസ്ബിയീന ഫിദ്ദാഖിൽ ഖബ്ല നഹ്വി 20 ആമൻ, 20 വർഷം മുമ്പ് ഒരു ഹിസ്ബി, ഒരു ഗ്രൂപ്പിലേക്ക് പക്ഷം ചേരുന്ന അതിലെ നേതാവ് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇൻദമാ വസഫ ഉലമാഅന, നമ്മുടെ ഉലമാക്കളെ കുറിച്ച് അവർ പറഞ്ഞത്, ബി അന്നഹും ലാ യഫ്ഖഊനൽ വാഖി, അവർക്ക് വാഖി അറിയില്ല, ഇപ്പം നടക്കുന്ന സംഭവങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഉലമാക്കൾക്കൊന്നും അറിയില്ല. വഅന്നൽ അഹ്സാബ അദ്ദഅവിയ്യ അൽ മുആസിറ ഹിയ അല്ലതി തഫ്ഖഹു അഹ്വാൽ അൽ മുസ്ലിമീന വമുഖത്തതാത്തിൽ അഅദാം, ശത്രുക്കളുടെ കുതന്ത്രവും മുസ്ലിങ്ങളുടെ അവസ്ഥയൊക്കെ അറിയുന്ന ആരാണ്, അതിപ്പോഴുള്ള പുതുതായിട്ടുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ അറിയുള്ളൂ. പണ്ഡിതന്മാർക്കൊന്നും എന്ത് ചെയ്യൂല, അങ്ങനൊന്നും യാഥാർത്ഥ്യമൊന്നും പണ്ഡിതന്മാർക്ക് അറിയില്ല. വഅന്നദാലിക ഹസ്റുൻ അലൈഹിം, അതൊക്കെ ആർക്കാണ്, ഈ പറഞ്ഞ വിഭാഗത്തിന് മാത്രമേ അറിയുള്ളൂ. അതൊന്നും പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഓർക്ക് അറിയുന്ന വിഷയങ്ങളൊന്നുമല്ല. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഹമ്മദ് അൽ അമീൻ അഷ്ശൻഖീത്തി റഹിമഹുല്ലയെക്കുറിച്ച് അവർ വിശേഷിപ്പിച്ചത് ബി അന്നഹു ക ആലത്തി തസ്ജീൽ, അദ്ദേഹം ഒരു ടേപ്പ് റെക്കോർഡർ പോലെയാണെന്നാണ്. അദ്ദേഹം എന്താണ് മനപ്പാടാക്കിയത് അത് അദ്ദേഹം ഇങ്ങനെ പറയും, അതല്ലാത്ത ഒന്നും തന്നെ അദ്ദേഹത്തിന് അറിയില്ല. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പരിഹരിക്കണം എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഒരു ടേപ്പ് റെക്കോർഡർ പോലെ ഇങ്ങനെ ഹിഫ്ളാക്കിയത് അദ്ദേഹം ഇങ്ങനെ പറയാണ്. നഊദു ബില്ലാ. മുഹമ്മദ് അൽ അമീൻ അഷ്ശൻഖീത്തി റഹിമഹുല്ലയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അദ്ദേഹത്തിന് ഇബ്നു കസീർ ഷിബുഹു ഹിഫ്ളായിരുന്നു എന്നാണ്. ഇബ്നു കസീറിൻ്റെ തഫ്സീർ അദ്ദേഹത്തിന് ഷിബുഹു ഹിഫ്ൾ എന്ന് പറഞ്ഞാൽ മൊത്തം മനപ്പാടം എന്നല്ല, മറിച്ച് ഒരു മനപ്പാടം പോലെ ആയിരുന്നു എന്നെന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹത്തിൻ്റെ തഫ്സീർ വായിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ല എന്താണോ പറഞ്ഞത് അത് അതേപോലെ കൊടുത്തിട്ടുണ്ടാവും. ഹിഫ്ളെന്ന് എടുത്ത് പറയാം, കാരണം അദ്ദേഹം ജനിച്ച സ്ഥലം അങ്ങനെയാണ്. ആ സ്ഥലത്ത് മൗറിറ്റാനിയയിൽ ആ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് മൊത്തം ഹിഫ്ളായിരിക്കും എന്നാണ്, മൊത്തം ഹിഫ്ളായിരിക്കും. അദ്ദേഹത്തിന് നഹ്വ്, സർഫ്, ഭാഷ ഇതൊന്നും അദ്ദേഹം എന്ത് ചെയ്യൂല, പഠിപ്പിക്കുന്നതിന് മുമ്പ്
ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക പോലുമില്ല. അത്രയും എന്താണ് ആ വിഷയത്തിൽ അദ്ദേഹത്തിന് നൈപുണ്യം ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ഹിഫ്ള് പഠിക്കുന്ന സമയത്ത് ഖുർആനിലെ ഒരു പേജ് 100 പ്രാവശ്യം പാരായണം ചെയ്തിരുന്നു എന്നാണ്. ഖുർആനിലെ ഒരു പേജ് 100 പ്രാവശ്യം പാരായണം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കലാണ്. ഖുർആനിനെ ഖുർആൻ കൊണ്ട് എന്ത് ചെയ്യും? വ്യാഖ്യാനിക്കും. ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ ഒരു ആയത്ത് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന് സമാനമായ ആയത്തുകൾ വേറെ പലയിടത്തുനിന്നും കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അത്രയും ഹിഫ്ള് ഉണ്ടാകണം, അത്രയും ഖുർആനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകണം. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു വെക്കാൻ ലിഹാദ അഖൂൽ, ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അലൈന അൻ നത്തഖി അല്ലാഹ്, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വനഹ്തരിമ ഉലമാ അന, നമ്മുടെ ഉലമാക്കളെ നമ്മൾ ആദരിക്കണം, വ അൻ നൻസിലഹും മനാസിലഹും, അവർക്ക് എന്താണോ അവരുടെ സ്ഥാനം, ആ സ്ഥാനം നമ്മൾ നൽകണം. ഫ ഇന്നൻ നൈല മിൻഉം യുജർരിഉ അഅദാ അൽ ഇസ്ലാം വൽ ഉമ്മത അലൻ നൈലി മിനൽ ഇസ്ലാം. അതുകൊണ്ട് അവരെ അതിക്രമിക്കുക എന്നത്, അവരെക്കുറിച്ച് മോശമായി പറയുക എന്നത്, അത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് നമ്മൾ വടിവെച്ച് കൊടുക്കലാണ്. അവർക്ക് നമ്മൾ വിജയം കാട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ സൂക്ഷിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒന്നാമതായി പറഞ്ഞു വെച്ചത് ചില ഷെയ്ഖുമാരെക്കുറിച്ച്, ചില കിബാറുകളായ ഷെയ്ഖുമാരെക്കുറിച്ച് ആളുകൾ പറഞ്ഞു വെച്ച കാര്യമാണ്. രണ്ടാമത്തേത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യമാണ്, നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണ്. ഷെയ്ഖ് അതിൽ എടുത്തു പറയുന്നുണ്ട്. ഷെയ്ഖ് അതിൽ നമ്മുടെ നാടിനെ സൂചിപ്പിക്കുന്ന ചില പദങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട്. ദഅ്ബു ഉലാഹി അൽ മുതസർരിഈന അല തഹ്ദീരി മിൻ ബഅദിൽ മശായിഖി വതുല്ലാബിൽ ഇൽമി സലഫിയീൻ അൽ അഫാദിൽ. ശ്രേഷ്ഠരായ സലഫി മതവിദ്യാർത്ഥികളെ തൊട്ടും മശായിഖന്മാരെ തൊട്ടും ചെയ്യും? തഹ്ദീർ ചെയ്യും. എന്തിനാണ് തഹ്ദീർ ചെയ്യാന്ന് പറഞ്ഞാൽ? താക്കീത് ചെയ്യും, കേൾക്കാൻ പാടില്ല എന്നൊക്കെ. ബിഖസ്ദി ഇസ്ഖാത്തിഹിം, അവരെന്ത് ചെയ്യുക? ഇടിച്ചു താഴ്ത്തുക, അവരുടെ സ്ഥാനം ഇല്ലായ്മ ചെയ്യുക. വതശ്വീഹി സുംഅതിഹിം, അവരിങ്ങനെ അവരെക്കുറിച്ച് നല്ലത് പ്രചരിക്കുന്ന കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? അതില്ലാതാക്കണം. ഇൻദമാ തദ്ഉഹും ജിഹ ഔ ജംഇയ്യ ഔ മുഅസ്സിസ ഇലൽ ഖിയാമി ബിദ്ദുറൂസ് വദ്ദൗറാത്തിൽ ഇൽമിയ, എന്തെങ്കിലും ദർസ് എടുക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഇൽമിയായ ദൗറകൾ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? അവനെ വിളിക്കാൻ പറ്റൂല, മറ്റവനെ വിളിക്കാൻ പറ്റൂല എന്നെന്ത് ചെയ്യും? ഇവർ പറയും. ഇതെവിടെയാണെന്നറിയാൻ നടക്കുന്നത്? ഷെയ്ഖ് പറയാണ് ലാ സിയമാ ഫി ബിലാദിൽ ഗർബ്, പാശ്ചാത്യ രാജ്യത്തും വല്ലഖല്ലിയാത്തിൽ ഇസ്ലാമിയ, ന്യൂനപക്ഷം മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന നാടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ. എന്നിട്ട് അദ്ദേഹം ചില നാടുകളെക്കുറിച്ച് പറയാണ്, ഫി ബിലാദ് യൂറുബ വ അമേരിക്ക, അപ്പം അമേരിക്കയിലും യൂറോപ്പിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നടക്കുന്നുണ്ട്. എന്നിട്ട് ഷെയ്ഖ് പറയുന്ന വളരെ അർത്ഥവത്തായ ഒരു വിഷയം എന്നുള്ളത്, വാഹുല ഇന്നാസ് യഹ്താജൂന ഇലാ മൻ യുബയ്യിനു ലഹുൽ അഖീദത സ്വഹീഹ വ അഹ്കാമൽ ഇബാദാത്ത്. ഈ പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഖീദ വിവരിച്ചു കൊടുക്കുന്ന ആളുകൾ ആവശ്യമാണ്. ഇബാദത്തിൻ്റെ മതവിധികൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ആവശ്യമാണ്. ചില ആളുകൾക്ക് തൗഹീദ് പോലും എന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഇവരെന്ത് ചെയ്യാണ്? ഇവൻ്റെത് കേൾക്കാൻ പാടില്ല, അവൻ്റെത് കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നടക്കാൻ. ഓൻ പറയുന്നത് എന്താ? ഇന്ന തസ്കിയത ഹസ്രിയൻ യുഅ്താ ബിഹാ മിൻ ഖിബലി അശ്യാഖി മഅദൂദീൻ ഫമൻ ജാഅകും ബിതസ്കിയത്തിൻ മിൻഹും ഫഖ്ബലൂഹു. ഇവൻ പറയുന്നത്, ഇവൻ അറിയുന്ന കുറച്ച് ഷെയ്ഖുമാരുണ്ട്, ആ ഷെയ്ഖുമാരിൽ നിന്ന് തസ്കിയത്ത് കിട്ടിയാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവർക്കൊക്കെ വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവർക്കാർക്കും വരാൻ പറ്റൂല. എന്നിട്ട് ഷെയ്ഖ് പറയാൻ, വൽ ഹഖീഖത്തു, യാഥാർത്ഥ്യം എന്നത്, അന്ന ഹാദ മൻഹജുൻ ഹിസ്ബിയുൻ ലയ്യിഖ്, ഇത് ഹിസ്ബിയായ ഒരു പക്ഷം ചേർന്നുകൊണ്ടുള്ള ഒരു മൻഹജാണ്. കാരണം ഇവർക്ക് ഇവരെ പറ്റൂല, ഇവർക്ക് അവരെയും പറ്റൂല. എന്നാൽ ഇവർ സെലഫികളാണെന്ന് ചോദിച്ചാലോ? ഇവർ സെലഫികളാണ്, എല്ലാവരും സെലഫികളാണെന്ന് പറയും. പരസ്പരം എന്തില്ല? പരസ്പരം ഒരു ഹുബ്ബ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത്, ഇങ്ങനെയുള്ള ഹിസ്ബ്, ഇങ്ങനെയുള്ള വാദങ്ങൾ വന്നല്ലോ, ഇവൻ്റെത് കേൾക്കാൻ പാടില്ല, ഇവൻ്റെത് കേൾക്കാൻ പാടില്ല എന്നുള്ളത്. അതിൻ്റെ ഒക്കെ കാരണം പറയാൻ, നതജ അൻഹു തഫറുഖുൻ വതഹസ്സുബുൻ വഖ്തിലാഫുൻ ബൈന അസ്ഹാബിൽ മൻഹജി അൽ വാഹിദ് ബൽ വനതജ അൻഹു തസ്ദീറു ബഅൽ അൽ അസാഗിർ. ഇതിൽ നിന്നൊക്കെ ഉണ്ടായതെന്താ? ഇങ്ങനെ ഹിസ്ബുകളായി കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായതെന്ന് വെച്ചാൽ, ചില ചെറുപ്പക്കാർ, ചില യുവാക്കൾ എന്ത് ചെയ്തു? അവർ തസ്ദീർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. അവർ തസ്ദീർ ചെയ്യാന്ന് പറയുമ്പോൾ അവർ അവലംബിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഹത്ത മിമ്മൻ ഹുവ ഹദീസു അഹ്ദിൻ ബിൽ ഇസ്ലാം, പുതുതായി ഇസ്ലാമിലേക്ക് വന്നോൻ വരെ എന്തായി? ഓൻ വരെ പണ്ഡിതനായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തി. ലിയുസ്ബിഹ ഹകമൻ അലൽ മശായിഖ് വതുല്ലാബൽ ഇൽമ സലഫീൻ. എന്നിട്ട് ഇവനാണ് എന്ത് ചെയ്യാം? മശായിഖന്മാരുണ്ടാവും, സലഫി മശായിഖന്മാരോട് വിധി പറയൽ ഇവനാണ്.
അദ്ദേഹം ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ ആ മതവിദ്യാർത്ഥിയെക്കുറിച്ച് വിധി പറയുന്നത് ഈ പറയുന്ന ആളുകളായിരിക്കും. ഷെയ്ഖ് പറയാണ് ഇവർ ചെയ്യുന്നത് എന്താ, അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തടയുകയാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായത്, ഇങ്ങനെയൊക്കെ കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ആളുകൾ വ്യത്യസ്ത വിഭാഗങ്ങളായി, ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു, അവർ വലിയ മശായിഖന്മാർക്കെതിരെ മറുപടി പറയുന്ന അവസ്ഥയുണ്ടായി. ഈ പറയുന്ന ന്യൂനപക്ഷമുള്ള മുസ്ലിമീങ്ങൾ അത്തരം രാജ്യങ്ങൾ ജഹ്ലിൽ എന്ത് ചെയ്തു, അവർ ജഹ്ലിൽ ബാക്കിയായി എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഒരുപാട് ഫൗളകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരുകൾ, എത്രത്തോളം ചില രാജ്യത്തിലൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പരസ്പരം യുദ്ധത്തിന് വരെ പുറപ്പെടുന്ന സിലാഹ് എന്ത് ചെയ്തു, അവരെടുത്തു എന്നാണ്. വാളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. كما نتج عن هذا المسلك أن توقفت كثير من الدروس والدورات العلمية المؤصلة. അടിസ്ഥാനപരമായ ഒരുപാട് ദൗറകൾ നിർത്തിവെക്കപ്പെട്ടു, ഒരുപാട് ദർസുകൾ എന്ത് ചെയ്തു, അതില്ലാതായി. لأن الشباب في تلك البلاد, ഇത് വളരെ കൃത്യമാണ് പറയുന്നത്. കാരണം ആ നാട്ടിലെ യുവാക്കൾ എന്ത് ചെയ്തു, شغلوا ببعضهم, ഇതിലെന്താണ് വ്യാപൃതരാണ്, ഈ വിഷയത്തിൽ വ്യാപൃതരാണ്. അതല്ലാത്ത അറിവ് പഠിക്കുക, അതല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഇതിനൊന്നും എന്തില്ല, നേരില്ല. എന്തിനാ നേരുള്ളത്, യുബദ്ദിഉ ബഅലുഹും ബഅല, പരസ്പരം തബ്ദീഅ് ചെയ്യുക, പരസ്പരം തഫ്സീഖ് ചെയ്യുക, ചിലപ്പോൾ എന്ത് ചെയ്യും, കാഫിർ വരാക്കും. ഇവരൊക്കെ എന്ത് ചെയ്തു, വതറക്കു അൽ ഇൽമ ഒഴിവാക്കി. വഷ്തഗലു ബിൽ ഖീലി വൽ ഖാൽ, അവൻ പറഞ്ഞത് ഇബനിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിലെന്ത് ചെയ്തു, വ്യാപൃതരായി. വലഅഫത് ഇൻദഹുൽ ഇബാദാത്ത്, ഇബാദത്തുകൾ കുറഞ്ഞു. വത്തദയ്യുൻ, ദീനീപരമായി സഞ്ചരിക്കുന്ന സഞ്ചാരങ്ങളൊക്കെ ഇല്ലാതായി. വഖദ് ഉജിദ മിൻഹും മൻ ലാ യുഹാഫിദു അലാ സ്വലാത്തിൽ ജമാഅ, ഈ പറയുന്ന ആളുകൾക്ക് ഉള്ളിൽ തന്നെ എന്തുണ്ട്, ജമാഅത്ത് നിസ്കാരത്തിലൊന്നും യാതൊരു കണിശത ഉണ്ടാവില്ല. എന്നാൽ ബാക്കിയുള്ളവൻ്റെ സലഫിയത്ത് അളന്നു മുറിച്ച് സലഫിയത്ത് നിന്ന് പുറത്താക്കുന്നതിൽ എന്തുണ്ടാവും, നല്ല വ്യഗ്രത ഇവർക്കുണ്ടാവും. വഖദ് സുദ്ദിറ വ ഉഖ്നിഅ ബി തസ്നീഫ് ഇഖ്വാനിഹി വ ഔഹമുഹു ബി അന്നഹുൽ ആലിമുൽ അല്ലാമ അല്ലദീ ലാ യുശഖു ലഹുൽ ഗുബാർ. എന്നിട്ട് ഓൻ തന്നെ വിചാരിക്കണം ഓനാര്, ഓൻ വലിയ ആലിമുൽ അല്ലാമയാണ് എന്ന് ഓൻ തന്നെ വിചാരിക്കുകയാണ്. وأصبح شغله الشاغل تصنيف المشايخ وطلاب العلم والتحذير منهم مع ما أصابه من مرض العظمة والتعالم والاستعلاء والغرور والعجب. അപ്പോൾ ഇവനൊക്കെ ബാധിക്കുന്നത് എന്താണ്, ഇവർക്കൊക്കെ ബാധിച്ചിട്ടുള്ളത് ഒന്ന് സ്വന്തത്തോടുള്ള എന്താണ്, അമിതമായ ആദരവാണ്, ഞാൻ എന്തൊക്കെയാണ് എന്ന തോന്നൽ. മറ്റൊന്ന് തആലും നടിക്കലാണ്. തആലും നടിക്കൽ എന്ന് പറഞ്ഞാൽ ഓൻക്ക് ഇൽമില്ല എന്നുള്ളത് ഓൻക്കറിയാം, എന്നാൽ എന്ത് ചെയ്യും, ഇൽമുള്ളതുപോലെ അഭിനയിക്കും. ഇൽമുള്ളതുപോലെ അഭിനയിച്ചിട്ട് എന്ത് ചെയ്യാം, സംസാരിക്കുക. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് എന്ത് തോന്നും, ഓൻക്ക് എന്തൊക്കെ അറിയാം എന്ന് തോന്നുന്നതാണ്. എന്നിട്ട് പറയാണ് ഷെയ്ഖ്, ഫത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തസുദ്ദു അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് നിങ്ങൾ തടയരുത്. വലാ തഫ്തറു അലാ ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറയരുത്. വഹ്മലു അഖ്വാലഹും അല അഹ്സനിൽ മഹാമിൽ, ഏറ്റവും നല്ല മഹ്മലിലേക്ക് എന്ത് ചെയ്യണം, ഒരു കൗലിനെ നമ്മൾ കൊണ്ടുപോകണം എന്നാണ്. എന്തെങ്കിലും മോശമായത് അതിൽ തോന്നുകയാണെങ്കിൽ തന്നെ ഏറ്റവും നല്ലതിലേക്ക് എന്ത് ചെയ്യുക, അതിനെ തിരിച്ചുവിടുക എന്നുള്ളതാണ്. വദുബ്ബു അന അറാലിഹിം, അവരുടെ ഇർലിനെ തൊട്ട്, അഭിമാനത്തൊട്ട് നമ്മൾ സംരക്ഷിക്കണം. ഫതാലിബുൽ ഇൽമ സലഫി ഹുവല്ലദി യജ്മഅ, ഒരു സലഫിയായ മതവിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ, ഹുവല്ലദി യുജമ്മിഅ, ആളുകളെ ഒപ്പം കൂട്ടുന്ന ആളാണ്. വലാ യുഫർരിഖ്, എന്തല്ല, ആളുകളെ വ്യത്യസ്തമാക്കുന്ന, ഛിന്ന ഭിന്നമാക്കുന്ന ആളല്ല. യജ്മഉന്നാസ്, ജനങ്ങളെന്ത് ചെയ്യും, ഒരുമിച്ച് കൂട്ടും. അല ഹദിയിൽ കിതാബി വസുന്ന, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗത്തിൽ. വലൈസൽ മുറാദു മുജറദു തജ്മീഅ്, ഒരുമിച്ച് കൂട്ടാന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യുന്നതല്ല, അവിടുന്ന് ഇവിടുന്ന് എല്ലാവരെ പിടിച്ച് ഒരുമിച്ച് കൂട്ടി ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരേ മനഹജിലുള്ള ആളുകൾ എന്ത് ചെയ്യും, ഒരുമിച്ച് കൂട്ടും. ലാകിന്നഹു യസ്ആ ജാഹിദൻ മിൻ അജലി ജംഇ ഇഖ്വാനിഹി അലൽ ജാദ്ദ വഅല സിറാത്തിൽ മുസ്തഖീം അല്ലദീ ലാ ഇഫ്റാത ഫീഹി വലാ തഫ്രീത, ഒരു അശ്രദ്ധയുമില്ലാതെ ഒരു അതിര് കവിച്ചലുമില്ലാതെ സലഫിയത്തിൽ എന്ത് ചെയ്യും, പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർ പണിയെടുക്കും. വയുബഷിർ, സന്തോഷ വാർത്ത അറിയിക്കും. വലാ യുനഫിർ, വെറുപ്പിക്കൂല. വയജഅലു മഖാഫത്തല്ലാഹി അസ്സ വജല്ല വതഖ്വ ദായിമൻ നുസ്ബ ഐനൈഹി, രണ്ട് കണ്ണുകൾക്ക് മുമ്പിൽ എന്ത് ചെയ്യും, അവർക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കണം. ഹത്താ ലാ യകൂന മിനൽ മുഫ്ലിസീന ബിദുൽമിഹി ഇഖ്വാന, എന്താകാതിരിക്കാൻ വേണ്ടിയിട്ട് അവസാനം എന്ത് ചെയ്യും, പാപ്പരായി മാറും. ആ പാപ്പരായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, അതദ്റൂന മൽ മുഫ്ലിസ്, നിങ്ങൾക്ക് മുഫ്ലിസ് ആര് എന്നറിയുമോ, പാപ്പരായ വ്യക്തി ആര് എന്നറിയുമോ? അപ്പോൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്, പാപ്പരായ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവനെ ചീത്ത വിളിക്കുക, മറ്റവൻ്റെ കുറ്റങ്ങൾ എടുത്തു പറയുക, മറ്റവൻ്റെ അഭിമാനത്തെ എന്ത് ചെയ്യുക, ക്ഷതം വരുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണെന്ത്, പാപ്പരായ ആളുകൾ എന്നാണ് പറഞ്ഞു വെക്കുന്നത്.
ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ പാപ്പരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തൻ്റെ സഹോദരന്മാരെ ഉപദേശിക്കും. നിങ്ങളെന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ കാണുന്ന രൂപത്തിലേക്കുള്ള സംസാരങ്ങൾ പോകരുത്. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ആളുകളെ ഒരുമിച്ച് കൂട്ടലാണ്, ആളുകളെ അകറ്റി നിർത്തലല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്ത വിഷയം എന്നുള്ളത്, അതാണ് നമ്മുടെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയം. അതായത് ഒരേ മനഹജിലുള്ള ആളുകൾ തെറ്റാനുള്ള കാരണങ്ങൾ എന്തൊക്കെ, ആ കാരണങ്ങൾ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുക, ആ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയ്ഖ് അടുത്ത ഇതിൽ പറഞ്ഞു വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വിശദീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കുവാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.